ഇപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മാധ്യമങ്ങളിലായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ശാസ്ത്ര സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശാസ്ത്രത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശാസ്ത്രം എന്ന് പറയുന്നത് കെട്ടുകഥയാണോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് അടുത്ത കാലത്ത് വളരെ സജീവമായി വരുന്ന കാര്യമാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയാം. കഴിഞ്ഞ മാസം 3 മുതൽ 7 വരെ, ജനുവരി 3 മുതൽ 7 വരെ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ച് അവിടെ ഒരു പ്രത്യേക സെഷനിൽ ഭാരതീയ ശാസ്ത്രം സംസ്കൃതത്തിലൂടെയുള്ള ഭാരതീയ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ട്. അവിടെ അവതരിപ്പിച്ച ചില പ്രബന്ധങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ നടക്കുന്നത്. ഈ പ്രാചീന ശാസ്ത്രം സംസ്കൃതത്തിലൂടെ എന്നുള്ള പ്രബന്ധത്തിൽ വളരെ ശാസ്ത്രത്തെ സംബന്ധിച്ച് അല്ലെ ഭാരതീയമായ ശാസ്ത്ര സംഭാവനകളെക്കുറിച്ചുള്ള വളരെ പ്രൗഢമായ ചില പ്രബന്ധങ്ങളുണ്ടായിരുന്നു. ആ പ്രബന്ധങ്ങളോടൊപ്പം തന്നെ ചില കെട്ടുകഥകളെ ആസ്പദമാക്കി കെട്ടുകഥകളെ ശാസ്ത്രമെന്നുള്ള വ്യാജേന അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ വിധത്തിലുള്ള വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ സംവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയത്. ഇത് 102ാമത്തെ ശാസ്ത്ര കോൺഗ്രസ്സാണ് നമുക്കറിയാം. പക്ഷേ ശാസ്ത്ര കോൺഗ്രസ്സുകൾ നടക്കുമ്പോൾ ഈ വിധത്തിലുള്ള ജനശ്രദ്ധ ഇതിനു മുമ്പൊന്നും കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ അത്രയൊന്നും കിട്ടാറില്ല. പലപ്പോഴും വരും ഇന്ത്യൻ രാഷ്ട്രപതിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം ആയതുകൊണ്ട് അത് പത്രങ്ങളൊക്കെ കൊടുക്കും. പിന്നീട് അവിടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നല്ലാതെ അതിന് വേണ്ടത്ര മാധ്യമങ്ങൾ അതിന് സ്ഥാനം നൽകാറില്ല. ഇത്തവണ അതല്ല. ഈ വിവാദത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ചില അസംബന്ധങ്ങൾ അവിടെ ചർച്ച ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കുകയും ചിലരൊക്കെ മുഖപ്രസംഗങ്ങളൊക്കെ എഴുതി ചെയ്തു. ഇപ്പോഴും ആ ചർച്ച തുടർന്ന് വരികയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കേറെ അഭിമാനിക്കാനുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യക്ക് ഗണിത ശാസ്ത്രത്തിലുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾ, രോഗചികിത്സയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നേട്ടങ്ങൾ, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭാവനകൾ, ഇതൊക്കെ വളരെ മഹത്തരങ്ങളാണ്. അത് പല വിധത്തിലും ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കൂടിയൊക്കെ തന്നെ പലരും അത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് തന്നെ ജോർജ് ഗീവർഗീസ് ജോസഫിൻ്റെ ചില പുസ്തകങ്ങൾ, വളരെ പ്രൗഢമായ ചില പുസ്തകങ്ങൾ തന്നെ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക്, മയൂരശിഖ എന്ന പേരിലത് മലയാളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എ പാസേജ് ടു ഇൻഫിനിറ്റി എന്നുള്ള അനന്തതയിലേക്കൊരു പാത എന്നുള്ള പേരിൽ അതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ കാണാം ഈ നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യ പൊതുവേയും കേരളം പ്രത്യേകിച്ചും നൽകിയ സംഭാവനകളെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഈ അനന്തതയിലേക്കുള്ള പാത എന്നുള്ള ഗ്രന്ഥത്തിൽ കേരളത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഈ ജോർജ് ഗീവർഗീസ് ജോസഫ് അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ വളരെ മഹത്തരമായ, വളരെ മൗലികമായ സംഭാവനകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതാണ്. അതിലാർക്കും സംശയവുമില്ല. അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. പലപ്പോഴും വേണ്ടത്ര ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പരാതിയോ അല്ലെങ്കിൽ വിമർശനമാണ് പലർക്കുള്ളത്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആയുർവേദം അനുഭവത്തിലൂടെ അത് ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലൊക്കെ ആയുർവേദ ശാസ്ത്രം അനുഭവത്തിലൂടെ പലർക്കും ഗുണപ്രദമാണ് എന്ന് അറിഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൽ ഗവേഷണങ്ങളും നടക്കുന്നില്ല. ഗവേഷണം നടക്കാത്തതുകൊണ്ട് അതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏത് വിധത്തിലാണ് ഈ ആയുർവേദത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് അതൊരു ശാസ്ത്രമല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. അത് ഇപ്പോൾ ഒരു പുതിയ കാര്യമൊന്നുമില്ല. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 10-100 കൊല്ലങ്ങൾ മുമ്പ് ചില മാസികളൊക്കെ ഉണ്ടത് ആയുർവേദം എങ്ങനെയാണ് ശാസ്ത്രമായി മാറുന്നത്. അത് നമുക്ക് നിയമങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ചിലത് അറിയാതെ അത് പ്രയോജനപ്പെടുന്നു എന്നുള്ള വിധത്തിലുള്ള ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ആവശ്യമാണ്. വേണ്ടത്ര പഠനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് പലർക്കുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഭാരതം, കേരളം ഒക്കെ ശാസ്ത്രത്തിന് നൽകിയ വളരെ മൗലികമായ അടിസ്ഥാനപരമായ സംഭാവനകളെ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പ്രബന്ധങ്ങളുടെ കൂടെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും
ശാസ്ത്രമെന്ന വ്യാജേന ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ ശാസ്ത്ര കോൺഗ്രസിൽ ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാകാൻ. അത് ഒളിച്ചു കടത്തുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഗണിതശാസ്ത്രത്തെ ശൂദ്രസൂത്രത്തിലെ ഗണിത അതിൻ്റെ അളവുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ കണക്കുകൾ, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതം കണ്ടെത്തിയ ഗണിതശാസ്ത്രത്തിലെ തത്വങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അവതരിപ്പിച്ചത്. അതിൽ കൂടിയൊക്കെ തന്നെ അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ചില പിന്നെ കെട്ടുകഥകളും ശാസ്ത്രം എന്ന വ്യാജേന അവതരിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്തും ശാസ്ത്രം എന്ന പേരിട്ടുകൊണ്ട് പിന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ഡിമാൻഡാണ്. കാരണം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹായത്തോടു കൂടിയാണ് മനുഷ്യൻ മുന്നേറുന്നത് എന്നുള്ളത് നമ്മളൊക്കെ പിന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, അനുഭവവേദ്യമായ കാര്യമാണ് നമുക്കത്ര. അവിടെ ശാസ്ത്രത്തിന് പേരിട്ടാൽ അതിനൊരു ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട് എന്ന് പറയാം. ഞാൻ ഇന്ന് വന്നൊരു വാർത്ത, ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ല, തൃശ്ശൂരിൽ വന്നൊരു വാർത്തയുണ്ട്. ഇന്ന് ഒരാൾക്ക് ഒരു ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ഒരാൾക്ക് 71ാമത്തെ വയസ്സിൽ PhD കിട്ടിയിരിക്കുന്നതാണ് വാർത്ത. അദ്ദേഹത്തിൻ്റെ PhD വിഷയം എന്താണ്? സയൻറ്റിഫിക് അസ്ട്രോളജി എന്നാണ്. സയൻറ്റിഫിക് അസ്ട്രോളജി എന്നുള്ള വിഷയത്തിൽ നടത്തിയ ഗവേഷണത്തിന് അദ്ദേഹത്തിന് PhD കിട്ടിയിരിക്കുന്നു പറഞ്ഞ വലിയ വാർത്തയാണ്. 71ാമത്തെ വയസ്സാണ്. ഈ സയൻറ്റിഫിക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാറ്റിനും പിന്നെ വലിയ മാർക്കറ്റ് ഉണ്ടെന്നാണ്. ഈ പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൻ്റെ സ്ഥാപക ഡയറക്ടറും ഇപ്പോഴും അറിയപ്പെടുന്ന ശാസ്ത്രകാരനുമൊക്കെ പിന്നെ നമ്മുടെ നാർലിക്കർ ഒരിക്കൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകപ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരിക്കൽ വിദേശകൾ ഉൾപ്പെടെയുള്ള സംഘം വന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നാർലിക്കർ വിശദീകരിച്ചു കൊടുത്തു, ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള പ്രയോഗിക്കുന്ന ഏറ്റവും നല്ല ഉപകരണങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ എങ്ങനെയാണ് ബഹിരാകാശത്തെക്കുറിച്ചും പിന്നെ ഇതൊക്കെ പിന്നെ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതുകയാണ്, അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിദേശ വനിത ചോദിച്ചത്രേ, "Can I get a computerized horoscope?" എന്നാണ്. അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം ലേഖനം. എനിക്കൊരു കമ്പ്യൂട്ടറൈസ്ഡ് ജാതകം കിട്ടും. ഇതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ ഗവേഷണങ്ങളാണ് നടക്കുന്നത്, ബഹിരാകാശത്തെക്കുറിച്ചുള്ള എന്തൊക്കെ പഠനങ്ങളാണ് നടക്കുന്നത്, അതിനുള്ള എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് അവിടെ പ്രയോഗിക്കുന്നത്, ഇതൊക്കെ വിശദീകരിച്ചത് ശേഷം ചോദ്യം എന്താണ്, ഒരു കമ്പ്യൂട്ടർ ജാതകം കിട്ടുമെന്നാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കേമാണെന്ന് ധരിച്ചു വെച്ചത്. ജാതകം അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ജാതകം. അതേപോലെ ഈ എല്ലാ ഇതിനും ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട ഏലസുകൾ എന്നാണ് നമ്മൾ പറയാം. ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട ഏലസുകൾക്കാണ് ഡിമാൻഡ്. ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട പിന്നെ മാന്ത്രിക വിദ്യകളുണ്ടാവും. ഇതിനൊക്കെ ഇത്തരത്തിൽ ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ്. ശരിയായ ശാസ്ത്രത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ശാസ്ത്രം എന്ന പേരിട്ടുകൊണ്ട് അശാസ്ത്രീയതകളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും ഒളിച്ചു കടത്താനുള്ള ശ്രമം, അത് സാധാരണഗതിയിൽ ഈ സിദ്ധന്മാരും ദിവ്യന്മാരും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷേ ഉന്നതരായ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഏറ്റവും വിഖ്യാതന്മാരായ ശാസ്ത്രകാരന്മാർ ഉൾക്കൊള്ളുന്ന അതോടൊപ്പം തന്നെ ലോകപ്രസിദ്ധരായ നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ ഇരിക്കുന്ന സദസ്സിൽ ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയെ വാസ്തവത്തിൽ ഒരുതരം പിന്നെ അപമാനകരമായ അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നുള്ളതാണ്. ഇതാണ് അതുകൊണ്ടാണ് ഇതൊരു ഒളിച്ചു കടത്തലാണ് നടന്നത്. സാധാരണ മുൻപ് പറയാറുണ്ട്, ഈ മാഹിയിൽ നിന്ന് തലശ്ശേരിക്ക് ഒരു പാലമുണ്ട്. അവിടെ ഈ മാഹിപ്പായ അവിടെ പോലീസുകാരൊക്കെ ആവുന്നുണ്ട്. മറ്റ് മുൻപൊക്കെ 2 സംസ്ഥാനങ്ങളാണല്ലോ, പോണ്ടിച്ചേരിയും പിന്നെ കേരളമാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും പിന്നെ സാധനങ്ങൾ കടത്തുമ്പോൾ നികുതി കാര്യങ്ങൾ നോക്കണം. ഒരു ദിവസം എല്ലാ ദിവസവും ഒരു സൈക്കിൾ ഇങ്ങനെ ഒരു സഞ്ചിയിൽ പിന്നെ കുറേ മണ്ണ് നിറച്ചിട്ട് പോകും. മാഹിയിൽ നിന്ന് പിന്നെ ഇവിടെ തലശ്ശേരിയിൽ വരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പോകും. സൈക്കിളുണ്ട്, നോക്കുമ്പോൾ എന്താ മണ്ണ് കടത്തിന് ഇത്രയൊക്കെ നോക്കാനുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇദ്ദേഹം കടത്തിക്കൊണ്ടിരുന്ന മണ്ണല്ല സൈക്കിളാണെന്ന് മനസ്സിലാക്കുന്നത്. സൈക്കിളിൻ്റെ മുകളിൽ മണ്ണ് വെച്ച് കൊടുന്ന് അത് തിരിച്ചു പോകുന്നത് കാണുന്നില്ലല്ലോ, വീണ്ടും പോകുന്നത്. അങ്ങനെ എപ്പോഴും സൈക്കിൾ കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ടാക്സി വെട്ടിച്ചുകൊണ്ടിരുന്നുള്ള. ഇങ്ങനെ സൂത്രത്തിൽ ഇതൊക്കെ ഈ മണ്ണിൻ്റെ വ്യാജേന കടത്തുന്ന ചില ഏർപ്പാടുകൾ അത് നമ്മുടെ ഈ ശാസ്ത്ര കോൺഗ്രസ്സിൽ നടന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് പിന്നെ കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു ഇവിടെ നേരത്തെ രാമേന്ദ്ര സാർ സൂചിപ്പിച്ചു ചില കാര്യങ്ങളൊക്കെ തന്നെ. വിമാനത്തെക്കുറിച്ചുള്ള വിദ്യകൾ. വിമാനം ഇന്ത്യയിൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു ഭരദ്വാജ മഹർഷിയുടെ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. ഭരദ്വാജ മഹർഷിയാണ് വിമാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇത് വിഷയം അവതരിപ്പിച്ചത് ഒരു പൈലറ്റുകാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു റിട്ടയേർഡ് പരിശീലന ക്യാപ്റ്റൻ ആനന്ദ് ബോദാസും സ്വാമി വിവേകാനന്ദ ഇൻ്റർനാഷണൽ സ്കൂളിലെ എൻ്റെ ജൂനിയർ കോളേജ് അധ്യാപകനായ അമേയ ജാദവും ചേർന്നാണ് ഈ പ്രബന്ധം അവതരിപ്പിച്ചത്.
അവരാണ് ഈ ഭരദ്വാജ മഹർഷിയുടെ വൈമാനിക ശാസ്ത്രത്തെ അവിടെ പരിചയപ്പെടുത്തി കൊടുത്തത്. വൈമാനിക പ്രകരണം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ വിമാനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അവർ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നു. എന്തൊക്കെയാണ്? ഒരേ സമയത്ത് കരയിൽ അത് സഞ്ചരിക്കാൻ കഴിയും, വായുവിൽ സഞ്ചരിക്കാൻ കഴിയും, ആകാശത്ത് സഞ്ചരിക്കുന്നു, പിന്നെ മുമ്പിലോട്ട് പോകുന്നത് പോലെ തന്നെ പിന്നിലോട്ട് മുതൽ പറക്കാൻ കഴിയും. ഈ വിധത്തിലുള്ള പിന്നെ പ്രത്യേകതകളൊക്കെ ഉള്ള വിമാനമായിരുന്നു അതെന്നാണ്. രണ്ടാമത് ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കോ മറ്റ് ഗോളങ്ങളിലേക്കോ പോകാൻ കഴിവുള്ള വിമാനങ്ങൾ അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നു എന്നാണ്. അതിൻ്റെ ആകൃതിയെക്കുറിച്ച് പറയുന്ന 60x60 പിന്നെ അടി ചതുരാകൃതിയിലുള്ള വിമാനങ്ങളും 200x200 അടി പിന്നെ വിസ്താരമുള്ള വിമാനങ്ങളും അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നു. 40 എഞ്ചിനുകൾ ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വേഗതയെക്കുറിച്ച് പറയുന്നത് 12800 മൈൽ വേഗത്തിലാണിത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. 12800 മൈൽ വേഗത്തിലാണ്. ഇതിനു വേണ്ടി ഇന്ധനം എന്താണെന്നുള്ളത്, ഇന്ധനം ഈ പശുവിൻ്റെയും ആനയുടെയും മൂത്രവും മറ്റു വസ്തുക്കളും ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി ആ മിശ്രിതത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി കൊണ്ടാണ് ഈ വിമാനങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. അതായത് പിന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ എന്താ കൂട്ടുലോഹങ്ങൾ പ്രാണക്ഷാരം എന്ന കൂട്ടുലോഹമാണ് ഉപയോഗിച്ചത് എന്നൊക്കെയാണ് ഈ പ്രബന്ധകാരന്മാർ വിമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അവിടെ അവതരിപ്പിച്ച മറ്റൊരു പ്രബന്ധം വളരെ രസകരമായ പ്രബന്ധമായിരുന്നു. പുല്ലും വൈക്കോലും തിന്ന് സ്വർണം വിസർജിക്കുന്ന പശുക്കൾ അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രബന്ധമാണത്. പുല്ലും വൈക്കോലും നിന്നിട്ട് സ്വർണ്ണമാണ് വിസർജിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നോക്കൂ, ഇതൊക്കെ വളരെ പിന്നെ എത്രമാത്രം അടിസ്ഥാനരഹിതമാണ്. ശാസ്ത്രത്തിൻ്റെ മൗലികമായ അടിസ്ഥാനപരമായ തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും തന്നെ വിരുദ്ധമാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ശാസ്ത്രത്തിൻ്റെ രീതിയെക്കുറിച്ച്, ശാസ്ത്രത്തിൻ്റെ പിന്നെ സമീപനത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ലാത്തവരാണ് ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഇത് കരയിലോടുന്ന വാഹനങ്ങളുടെയും വെള്ളത്തിലോടുന്ന വാഹനങ്ങളുടെയും ഈ ചലന നിയമങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. മാത്രമല്ല ഇത്തരമൊരു വിമാനം ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള വിവിധ ശാസ്ത്രശാഖകൾ അല്ലേ, അത് ഫിസിക്സും കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ എയറോനോട്ടിക്സും മെക്കാനിക്സും ഇതെല്ലാം കൂടിച്ചേർന്ന് വിവിധ ശാസ്ത്രശാഖകളുടെ സംയോജിതമായ പ്രവർത്തനത്തിൽ കൂടിയ ഒരു വിമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു സ്വപ്നത്തിൽ കൂടിയോ ഭാവനയിൽ കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ ആ കാലത്ത് വികസിച്ചിരുന്നു എന്നുള്ളതാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോൾ 7000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് എന്താ ധാരണ? മനുഷ്യൻ്റെ സംസ്കാരം ആരംഭിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10000 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് കണക്ക് തന്നെ. നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രങ്ങളിലൊക്കെ നടത്തിയ ഖനനങ്ങൾ എന്നൊക്കെ പരമാവധി 5000 വർഷത്തെ പഴക്കമുള്ള ചില പിന്നെ വസ്തുക്കളൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒരു വിമാനത്തിൻ്റെ ഒരു തരി പോലും ഇവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരമാവധി 5000 വർഷമാണ്, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുൻപ് പിന്നെ അപ്പോഴാണ് പറഞ്ഞത് 7000 വർഷം മുമ്പ് ഇതുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആയിരുന്നു ഈ വിമാനം കണ്ടെത്തിയിരുന്നുവെങ്കിൽ, വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പിന്നീട് എവിടെയെങ്കിലും പിന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ സഞ്ചാരത്തിനോ എവിടെയെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള. മഹാഭാരത യുദ്ധത്തിലൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ആയുധങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആകപ്പാടെ നമ്മുടെ എല്ലാവരും കേട്ടിന് നമ്മൾ പുഷ്പവിമാനത്തെക്കുറിച്ചാണ്, സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ച പുഷ്പവിമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പുഷ്പവിമാനം എന്ന് പറഞ്ഞാൽ കാളിദാസൻ്റെ അത്യന്തം മനോഹരമായ ഭാവനയാണ്. അത് വിമാനത്തിൽ പോകുന്നവർക്ക് ഇപ്പം സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ കാളിദാസൻ എഴുതിയെന്നുള്ളത് നമുക്ക് അത്ഭുതമുണ്ടാകും. പക്ഷേ അതൊരു മനുഷ്യൻ്റെ സർഗവൈഭവമാണ്. അപ്പോൾ സ്വപ്നം കാണാനും അതുപോലെ തന്നെ ഭാവന ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും കഴിവൊക്കെ മനുഷ്യർക്കുണ്ട് എന്നുള്ളത്. അതാണല്ലോ മനുഷ്യനിങ്ങനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെ ഇതാണ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ശാസ്ത്രം അതേപടിയല്ല. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രനിൽ ഇറങ്ങിയതായിട്ടുള്ള ഫിക്ഷനുകൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് എത്രയോ ഇറങ്ങിയിട്ടുണ്ട്. ഫിക്ഷൻ എപ്പോഴും അതേവരെ ശാസ്ത്രത്തിലുണ്ടായിട്ടുള്ള സിദ്ധികളും അതിൻ്റെ സംഭാവനകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്തായിരിക്കുമെന്ന് വിഭാവനം ചെയ്താണ് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ അല്ലാതെ വെറും ഒരു സ്വപ്നമല്ല. സയൻസ് ഫിക്ഷനും അടിസ്ഥാനമുണ്ട്, വെറുതെ എഴുതുന്നല്ല സയൻസ് ഫിക്ഷൻ. അതേവരെ ശാസ്ത്രം പിന്നെ എന്തൊക്കെ നേടിയിട്ടുണ്ട് ഈ മേഖലയിൽ. ആ നേടിയ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാം പിന്നെ അവിടെ നിന്ന് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ഫിക്ഷനിൽ എന്തുണ്ട്? ശാസ്ത്രമുണ്ട്, അവിടെ ശാസ്ത്രവുമുണ്ട്, ഈ പറയുന്ന സങ്കല്പമുണ്ട്, കൽപ്പനയുണ്ട്. ശാസ്ത്രവും കൽപ്പനയും അതോടൊപ്പം തന്നെ
ഈ പറയുന്ന ഒരു പിന്നെ കഥാകാരൻ്റേതായ ക്രാഫ്റ്റും കൂടി ചേരുമ്പോഴാണ് സയൻസ് ഫിക്ഷൻ ഉണ്ടാകുന്നത്. അത്രയും നിസ്സാര കഴിവൊന്നും പോരാ. സാധാരണ ഒരു നോവൽ എഴുതുകയോ കഥ എഴുതുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കഴിവ് വേണ്ടവരാണ് സയൻസ് ഫിക്ഷൻകാർ. അതുകൊണ്ടാണ് മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ വളരെ കുറവാണ് നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ ചിലപ്പോൾ ഏറ്റവും കുറവ് സയൻസ് ഫിക്ഷനുള്ള സംസ്ഥാനം പിന്നെ ഭാഷ മലയാളമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചത്. വളരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഭാഷകളിലുമുള്ള സയൻസ് ഫിക്ഷനുള്ളൊരു സമാഹാരം ഇറക്കി നമ്മുടെ നാഷണൽ ബുക്ക് ട്രസ്റ്റ്. എന്നിട്ട് അവരൊരു ആമുഖം ഉണ്ട്. അതിൽ ആമുഖം എഴുതിയിട്ട് അവർ നമുക്ക് മലയാളികൾക്ക് നാണം തോന്നുന്നൊരു പ്രയോഗമുണ്ടത്. ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലൊരു സംഘടന പ്രവർത്തിക്കുന്ന കേരളത്തിൽ ആണ് ഈ സയൻസ് ഫിക്ഷൻ ഏറ്റവും കുറവ്, ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടത്. അത് വളരെ അത്ഭുതകരമാണ് എന്നാണ് അതിലൊരു വാചകം. മറാഠി പോലുള്ള സംസ്ഥാനത്ത് വളരെ ഭാഷയിലൊക്കെ വളരെ സമ്പന്നമാണ് പിന്നെ സയൻസ് ഫിക്ഷൻ. ഞാൻ പറഞ്ഞത് സയൻസ് ഫിക്ഷൻ എഴുതുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതിൽ സയൻസ് അറിയണം, ഈ ക്രാഫ്റ്റ് ഉണ്ടാകണം, ഭാവനയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ ഭാവന കണ്ടിട്ട് പണ്ട് കാലം മുതൽ ഇങ്ങനെ പല ഇതുണ്ട്. വിമാനം ആകാശത്തുകൂടി പറക്കുന്നാലും വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നു ഒക്കെയുള്ള ഭാവനകൾ ഉണ്ടാകാം. ഇതൊക്കെ സത്യമാണ് എന്ന് പറയുക, ഇതൊക്കെ ശാസ്ത്രമാണ് എന്ന് പറയുന്നതാണ് അസംബന്ധമായി നൽകുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവനയാണ്. ആ മനുഷ്യൻ്റെ ഭാവനയുടെ മുമ്പിൽ നമുക്ക് വളരെ വളരെ വിനയാന്വിതരായിട്ടൊക്കെ മാറാം, അതിൽ തർക്കമൊന്നുമില്ല. ശാസ്ത്രത്തിൻ്റെ സിദ്ധികളുടെയും ശാസ്ത്രത്തിൻ്റെ സംഭാവനകളുടെയും മുമ്പിൽ ശാസ്ത്രം നമുക്ക് നൽകിയ നേട്ടങ്ങളുടെ മുമ്പിൽ നമുക്ക് വളരെ വിനയാന്വിതരായി മാറേണ്ടി വരും. ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം എന്നുള്ള കവിത നമുക്കറിയാമല്ലോ. വിശ്വദർശനത്തിൽ പിന്നെ ശങ്കരക്കുറുപ്പ് അവസാനിപ്പിക്കുന്നത് ഇതാണ്. പിന്നെന്താണ്? ഞാൻ അഹങ്കാരത്തോടെ കയ്യിലേന്തിയതാണ് ഈ പേന, വയ്ക്കട്ടെ താഴെ കുനിഞ്ഞും വിറവുണ്ടെന്നാണ്. അഹങ്കാരത്തോടുകൂടി പിന്നെ പേന എടുക്കുകയും പക്ഷേ ഈ വിശ്വത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിലെ വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര അനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ച ആദിഗന്ധമാം പ്രഭാവമേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കവിത ഉണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ മഹാവിശാലത കണ്ട് അതിൻ്റെ മുമ്പിൽ അത്ഭുതപ്പെടുകയും അവിടെ മനുഷ്യൻ വിനയാന്വിതനായി മാറുകയാണ് ചെയ്യുന്നത്. വളരെ അഹങ്കാരത്തോട് പോയും പക്ഷേ അവിടെ വിനയാന്വിതനായി തീരുകയും ചെയ്യുന്നതാണ്. പക്ഷേ എന്നിട്ട് ശങ്കരക്കുറുപ്പ് ഓർമ്മിപ്പിക്കുന്നത് പണ്ട് അതല്ലേ പിന്നെ യശോദയുടെ കഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് വായു മൂടുക എന്നാണ് അന്ന് യശോദ ആവശ്യപ്പെട്ടതെങ്കിലും ഇന്നത്തെ ഞാൻ പറയുന്നത് വായു മൂടല്ലേ എന്നാണ്. മുമ്പിൽ കാണും സത്യം മൂടല്ലെന്ന് അർത്ഥിക്കട്ടെ എന്നാണ്. പണ്ട് വായ മൂടാനാണ് ആവശ്യപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഇത് മൂടരുത്. കാരണം ആ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇനിയിത് കാണേണ്ടതല്ല, വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു പ്രചോദനം, ഒരു ആവേശം, ഒരു പിന്നെ അഭിനിവേശമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ള. അതാണ് മനുഷ്യൻ്റെ ഒരു അന്വേഷണ ത്വര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാവന, മനുഷ്യൻ്റെ സർഗാത്മകത അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അങ്ങേയറ്റം ആദരണീയമാണ്. അങ്ങനെ ഈ ഭാവനകളിൽ കൂടി ഉണ്ടാക്കിയതൊക്കെ തന്നെ ചരിത്രമാണ്, ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്. രണ്ടാമത് ഈ വിമാനത്തെ ഇതിനെക്കുറിച്ച് തന്നെ പിൽക്കാലത്ത് ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വേറൊരു പഠനം നടക്കുകയുണ്ടായി. 1974 പ്രൊഫസർ SM ദേശ്പാണ്ഡെയുടെ നേതൃത്വത്തിൽ വേറൊരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു. ആ പഠനത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഇതിൻ്റെ വിവർത്തനം വന്നിട്ടുണ്ട്. ഈ ഭരദ്വാജ മഹർഷിയുടെ പുസ്തകത്തിന് വിവർത്തനം വന്നിട്ടുണ്ട്. അതിൽ പിന്നെ അവർ കണ്ടെത്തിയ കാര്യം എന്താണ്? ഒന്ന്, പിന്നെ ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് അന്ന് തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടൊന്നു. ഗുരുത്വാകർഷണ നിയമങ്ങൾക്കും ചലന നിയമത്തിനൊക്കെ വിരുദ്ധമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന്. രണ്ടാമതിൽ ഭാഷ നോക്കി, ഈ സംസ്കൃത ഗ്രന്ഥത്തിലെ ഭാഷ പരിശോധിച്ചപ്പോൾ ഇതൊന്നും 7000-5000 കൊല്ലം മുമ്പുള്ള സംസ്കൃതത്തിലെ ഭാഷയിൽ ഏറ്റവും ആധുനികമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അത് ചുരുങ്ങിയത് 1904 ശേഷമാണ് ഈ കൃതി എഴുതപ്പെട്ടത് എന്ന് 1974 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും 1904 പ്രത്യേകം എന്താണ്? 1904 വിമാനത്തിൽ ആദ്യം നമ്മുടെ റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തിയത്. 1904 ശേഷമാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഭാഷ പരിശോധിച്ചും അതിൻ്റെ ശൈലി നോക്കിയിട്ടും 1974 തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതാരും പിന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരം ചർച്ചകൾ വരുമ്പോഴാണ് ഈ അന്നത്തെ പഠനം പിന്നെ എടുക്കുന്നത്. ഈ രീതിയിൽ ഒരുതരം പിന്നെ ഇത് മാത്രമല്ല, നമുക്കിതുപോലെ പലതും പിന്നെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പണ്ടൊന്നും പുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ചില പ്രവണതകൾ വരാറുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായിട്ടും 20-ാം നൂറ്റാണ്ടിൽ വിമാനം കണ്ടെത്തുന്നതിന് ശേഷമുണ്ടായ കാര്യമാണ് എന്നതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആരായി കൃതി എഴുതിയതെന്നുള്ളതിനെ അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിൽ ആനക്കൽ എന്ന പ്രദേശത്തെ സുബ്ബരായ ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, നമ്മുടെ സംസ്കൃത പണ്ഡിതൻ. അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപാട് പോലെ ചില കാര്യങ്ങൾ പറയും, അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പകർത്തി വെക്കും, പിന്നീട് ഇതൊക്കെ വായിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ യെല്ലപ്പ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു.
അദ്ദേഹമാണ് ഇതിലും ആവശ്യമായ സ്കെച്ചുകളൊക്കെ വരച്ചുണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ സ്കെച്ചുകൾ വരച്ചു, പിന്നെ ഈ വിമാന യാത്രയെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഇതൊക്കെ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് 1974 ചില ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പം അത് ഒരു വലിയ ശാസ്ത്രം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം. ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പിന്നെ ഈ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പശുവും പിന്നെ സ്വർണം വിസർജിക്കുന്ന പശു എന്ന്. ഈ സ്വർണം വിസർജിക്കുന്ന പശു എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രത്തിന് അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാതെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു വസ്തു രൂപപ്പെടുന്നത്, ആ വസ്തുവിൻ്റെ രൂപഭേദം വരുത്തണമെങ്കിൽ ഏത് തരത്തിലാണ് എന്നൊക്കെയുള്ള ഈ പിന്നെ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചും അതിൽ വരുന്ന ആറ്റം റിയാക്ഷനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ സുവിദിതമാണ്. അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പണ്ടുകാലം നമുക്ക് അറിയാം, ഈ സ്വർണ്ണത്തെ ഈ പല തരത്തിലുള്ള രാസവസ്തുക്കളെയും സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. ശരിയാണ്. അങ്ങനെയാണ് ഈ പിന്നെ ലോഹങ്ങൾ ചില പിന്നെ ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസം പണ്ടുകാലം മുതലുണ്ടായിരുന്നു. അതിൽ കുറേ കാലം ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ആ വിശ്വാസം അന്നുണ്ടായിരുന്നുള്ളതാണ്. ഈ വിശ്വാസം അതുകൊണ്ടാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയിൽ പറയുന്നുണ്ട്, ഈ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ ചാത്തന് താൻ വിദ്യാഭ്യാസം നൽകും എന്ന് സാവിത്രി പറയുന്നുണ്ടല്ലോ. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്താൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് പിന്നെ ഒരു വിശദീകരിക്കുന്നുണ്ട്. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ അവസാനത്തെ 2 വരി എന്താ വെച്ചാൽ, സിദ്ധരാസപ്രയോഗത്തിനാൽ ചെമ്പുതാൻ ശുദ്ധമാം സ്വർണമായി തീരും പോലെ എന്നാണ്. രാസപ്രയോഗത്തിൽ കൂടി ചെമ്പ് സ്വർണമായി തീരുന്നത് പോലെ വിദ്യാഭ്യാസത്തിൽ കൂടി ചാത്തൻ കൊലയൻ നല്ല വളരെ പിന്നെ ബഹുമാനിക്കത്തക്ക സംസ്കാരമുള്ള ഒരാളായി മാറും എന്നാണ് സാവിത്രി പറയുന്നത്. അവിടെ പ്രയോഗം ഇതാണ്. ഞാൻ പറയുന്നത് അന്നത്തെ സമൂഹത്തിൻ്റെ ധാരണയാണ് ഒരു രാസപ്രവർത്തനത്തിൽ കൂടി കെമിക്കൽ പിന്നെ ആക്ഷനിൽ കൂടിയിട്ട് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുന്നത്. ഇത് വിശ്വസിച്ച് അതിൽ ഗവേഷണം നടത്തിയ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ ചരിത്രമൊക്കെ നമ്മുടെ ശാസ്ത്ര ചരിത്രത്തിൽ കാണാം. പക്ഷെ ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ല, അത് നടക്കില്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ ചില പശുക്കളൊക്കെ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, സ്വർണ്ണം പിന്നെ വിസർജിക്കുന്ന പശുക്കളെ കുറിച്ചൊക്കെ ഉള്ള കഥകളൊക്കെ കാണാം. ഈ സ്വർണം വിസർജിക്കുന്ന പശുക്കൾ മാത്രം എത്രയെത്ര കഥകൾ നമ്മുടെ പുരാണത്തിലുണ്ട് എന്നുള്ളത്. എത്രയെത്ര കഥകൾ നമ്മുടെ പുരാണത്തിലുണ്ട്. അതൊക്കെ ശാസ്ത്രം എന്നുള്ള വ്യാജേന ഇതൊക്കെ ശാസ്ത്രമാണ് എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്രമാത്രം ശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇത്രമാത്രം ഇങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതും കൂടി അതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര പുരോഗതി ഉണ്ടായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഗണിതശാസ്ത്രത്തിൽ, ജ്യോതിശാസ്ത്രത്തിൽ, ഒരു പരിധിവരെ ആയുർവേദത്തിൽ, ഇതിലൊക്കെ ഒരു രോഗ ചികിത്സയിലൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതി പക്ഷെ നമുക്ക് തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു പിന്നെ ന്യൂനതയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഒരു വലിയൊരു ദൗർബല്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള ജാതീയതയുടെ അതിപ്രസരത്തിൽ ഇതിൽ പിന്നെ വിദ്യാഭ്യാസത്തിൽ പുതിയ അന്വേഷണങ്ങൾക്കും അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾക്കും ഒക്കെ തന്നെ വലിയ പ്രതിബന്ധം ഉണ്ടായി എന്നുള്ളത് പലരും സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്. മറ്റൊന്ന്, ഇതൊന്നും ശരിയല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന് മിഥ്യയാണ് എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? ബ്രഹ്മസത്യം ജഗൻ മിഥ്യയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും മിഥ്യയാണ്. മിഥ്യയായ ഒന്നിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് ഈ കണ്ടെത്തിയ ശാസ്ത്ര നേട്ടങ്ങളെ പിന്തുടരാനും പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളെയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നും ചിലർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയിൽ വലിയൊരു ഇടർച്ചയുണ്ടായ ഒരു ഘട്ടത്തിൽ, തുടർച്ചയുണ്ടായില്ല, ഇടർച്ചയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ഇത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിൽക്കാലത്ത് നമുക്ക് മുന്നേറാൻ കഴിയാതെ പോയെന്നാണ്. ഇപ്പോഴാണ് മാത്രമല്ല അന്ന് കണ്ടെത്തിയ പോലെ ഇപ്പം സംഗമഗ്രാമ മാധവൻ ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവൻ്റെ കണ്ടെത്തലുകൾ അടുത്ത കാലത്താണല്ലോ ലോകം അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ജപ്പാനിലെയും അമേരിക്കയിലെയും പല യൂറോപ്പിലെയും സർവകലാശാലകളിലൊക്കെ തന്നെ സംഗമഗ്രാമ മാധവൻ്റെ പിന്നെ ഗണിതം പഠിപ്പിക്കുകയാണ്. അവിടെ പാഠപുസ്തകങ്ങൾ വന്നിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ ആര്യഭടൻ്റേതായാലും ബ്രഹ്മഗുപ്തൻ്റേതായാലും ഭാസ്കരൻ്റേതായാലും ഇതൊക്കെ ഉണ്ടാക്കിയ നേട്ടങ്ങളുണ്ട്. ഇതൊക്കെ അവരൊക്കെ നമുക്ക് നൽകിയ സംഭാവനകളുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ അർത്ഥപൂർണമായ തുടർച്ചയുണ്ടായില്ല. എവിടെ ഒരു ഇടർച്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഒരു പിന്നോക്കാവസ്ഥയെ കാരണമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മറ്റ് പല ഉദ്ദേശങ്ങളോടും കൂടി ആയിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഈ ശാസ്ത്രത്തെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായ ചില സവിശേഷതകളുണ്ട് എന്നുള്ള കാര്യം ഇവർ മറക്കുകയല്ല, ഇവർ പലപ്പോഴും മറച്ചു വയ്ക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതാണ്. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, ശാസ്ത്രം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അത് നിരീക്ഷണത്തിലും പരീക്ഷണത്തിലും നിഗമനത്തിലും അല്ലെ, പരീക്ഷണ നിരീക്ഷണ നിഗമനാത്മകമായ ശാസ്ത്രം എന്നുള്ളതാണ്.
അതാണല്ലോ ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് തന്നെ. ആ ശാസ്ത്രത്തിന് അതിൻ്റെ സവിശേഷതകളായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന്, ഇത് ആവർത്തനക്ഷമത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് ഇപ്പോൾ രാമർ പെട്രോളിയം ഉണ്ടായിരുന്നു. രാമർ പെട്രോളിയത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ എന്താ പറയുക, മറ്റാർക്കും കിട്ടില്ല. രാമർ എന്ത് ചെയ്യും, കുറേ ഏതൊക്കെ പച്ചിലകളൊക്കെ കൂടി ചതച്ച് അതിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കും. എന്നാൽ മറ്റാർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. മറ്റാർക്കും ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. രാമർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ശാസ്ത്രമില്ല. ശാസ്ത്രമാകണമെങ്കിൽ എന്ത് വേണം? ആരെവിടെ വെച്ച് ചെയ്താലും അത് അതിൻ്റെ ഫലം കിട്ടണം എന്നുള്ളതാണ്. അത് കേരളത്തിൽ വെച്ചാലും ഇന്ത്യയിൽ വെച്ചാലും മറ്റ് യൂറോപ്പിൽ എവിടെ വെച്ചാലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ ആ ഫലം കിട്ടണം. ആര് ചെയ്താലും കിട്ടണം, എവിടെ വെച്ച് ചെയ്താലും കിട്ടണം എന്നുള്ളതാണ്. അല്ലാത്തൊന്നും ശാസ്ത്രമാവില്ല. ഇതിങ്ങനെ ആവർത്തിക്കാനുള്ള ഒരു സാധ്യത, ആവർത്തനക്ഷമത എന്ന് പറയുന്നത് ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പ്രധാനപ്പെട്ട കരുത്തായിട്ടെല്ലാം ചൂണ്ടിക്കാണിക്കാം. ഇതേപോലെ തന്നെയാണ് ഇതിൽ തെറ്റുപറ്റാനുള്ള സാധ്യത ശാസ്ത്രത്തിൻ്റെ പ്രധാന ഗുണവിശേഷമായിട്ട് കാണാം. ഒരു സിദ്ധാന്തം ശരിയാണെന്ന് പറയാനല്ല, ഇത് തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കാം. അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ട് ഇത് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടതല്ല. ഒരാൾ പറഞ്ഞു ഇത് ഇതിനത് ശരിയാണെന്ന് പറയലുണ്ട്, ഇത് തെറ്റുപറ്റുമോ, അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തെറ്റുപറ്റാനുള്ള സാധ്യത ഒരു ശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. വിശ്വാസത്തിന് തെറ്റുപറ്റില്ല, അതിൽ പിന്നെ അന്വേഷിക്കാനും പറ്റില്ല. ദൈവമുണ്ട് ഇല്ല, ദൈവത്തെക്കുറിച്ച് ഒരു ചർച്ച, അത് ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റും ആർക്കെങ്കിലും? ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കും, ഉണ്ട് എന്നും സ്ഥാപിക്കാൻ പറ്റില്ല, ഇല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റില്ല. അതൊരു വിശ്വാസമാണ്. ഇതേപോലെ തന്നെ നമ്മുടേതായ ചില സമീപനങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്ക് യേശുദാസാണ് ഏറ്റവും നല്ല ഗായകൻ എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെ സ്ഥാപിക്കുക? എൻ്റെ ധാരണയാണ്, എൻ്റെ സമീപനമാണ് യേശുദാസാണ് ഏറ്റവും നല്ല സ്ഥാപനം, അല്ലെങ്കിൽ ONV കുറുപ്പാണ് ഏറ്റവും വലിയ മഹാകവി എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. അത് തെറ്റോ ശരി, അത് വളരെ വ്യക്തിനിഷ്ഠമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഈ വിശ്വാസം അത് തെറ്റ് ശരി, അത് വിശ്വാസമാണല്ലോ. അവിടെ ഇതെല്ലാം വിശ്വാസമല്ലേ എന്നൊക്കെ ചോദ്യം, അത് വേറെ ഒന്നും അതിലില്ല, യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ്. വിശ്വാസത്തിൻ്റെ വേറൊരു ഗുണവും ദോഷവും എന്താണ്? ഈ വിശ്വാസം അതൊരു എന്താ നമ്മളെ വല്ലാതെ മയക്കുന്ന, ഭ്രമിപ്പിക്കുന്ന, നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണെന്നുള്ള. ഒരിക്കൽ വിശ്വാസത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ്. എടശ്ശേരി ഗോവിന്ദനാരുടെ ഒരു കവിതയുണ്ട്, പള്ളിച്ചൂണ്ടൽ എന്നാണ് അതിന്. ഞാൻ ഈ കവിത ഉദ്ധരിക്കുന്നത് ഞാനൊരു മലയാളം കൂടി ആയതുകൊണ്ടാണ്. പള്ളിച്ചൂണ്ടൽ, ഈ ചൂണ്ട എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, ചൂണ്ടയിട്ട് വിളിക്കുന്നതാണ്. അതിനെ ചൂണ്ടൽ എന്നവിടെ പ്രയോഗിക്കുന്ന അദ്ദേഹം പറഞ്ഞു. അത് പള്ളിച്ചൂണ്ടൽ എന്നാണ്. പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം എന്നൊക്കെ പറയും പോലെ ആണ് ഈ വിശ്വാസം ഒരു പള്ളിച്ചൂണ്ടയാണെന്നാണ് പറയുന്നത്. ഈ ഈ ഭക്തിയാകുന്ന ഈ ചൂണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അതിൽ കുടുങ്ങുന്ന ഭാഗ്യഹീനന് ഒരിക്കലും മുക്തി ലഭിക്കില്ല എന്ന് ഇടശ്ശേരി പറയുന്നത്. ഭക്തിയാം ചൂണ്ട ഒരിക്കൽ വിഴുങ്ങിയ ഭാഗ്യഹീനനില്ല മുക്തി പിന്നെ എന്നാണ്. ഈ ഭക്തി ഒരു വിശ്വാസമാണ്. അത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കറിയാമല്ലോ, അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ പലപ്പോഴും ഇതാണ് തുടർച്ച അപകടങ്ങൾ സംഭവിച്ചാലും ഒരു വിശ്വാസം എന്താ പറയുക, ഒന്നുകിൽ രണ്ട് കാലും ഒടിഞ്ഞു എന്ന് വിചാരിക്കാം, അപ്പം പറയാം ഇത്രയേ സംഭവിച്ചുള്ളൂ. രണ്ട് കണ്ണും പോയാലും പറയാം അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നാണ്. മരിച്ചു പോയാലോ മരിച്ചവനോ അയാളോട് ചോദിക്കില്ലോ എന്നാണ്, ഒന്നും പറയാനില്ല. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. അല്ലാതെ ഞാൻ ഇത്രമാത്രം വിശ്വസിച്ച്, ഇത്രമാത്രം ആരാധിച്ച്, ഇത്രമാത്രം പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ അവിടെ ഇരിക്കില്ല എന്നൊരാളും ചിന്തിക്കാറില്ല. ഇന്നവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം പേരാണ്. അത് എല്ലാവരും ഒരു അപവാദങ്ങളുണ്ടാവും. അതെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, അതാണ് ഞാൻ പറയാൻ വരുന്നത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അങ്ങനെയായത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള യുക്തിവാദി ആയത് നാരായണഗുരുവിൻ്റെ നാരായണഗുരുവിൻ്റെ ഈ അവസാന ഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വേദനയും ഇതൊക്കെ കണ്ടപ്പോൾ കുറ്റിപ്പുഴ ഇത് ഇത്രമാത്രം സാത്വികനും അല്ലേ, ഇത്രമാത്രം നല്ലവനുമായൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ ഈ ദൈവമെന്ന് പറയുന്നില്ല. അങ്ങനെ കുറ്റിപ്പുഴ യുക്തിവാദിയായി മാറുന്നത്. അതൊക്കെ വളരെ ചില എക്സെപ്ഷൻസാണ്, സാധാരണ രീതിയിൽ സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഈ ഒരു ശക്തി ഉണ്ടല്ലോ, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് വിശ്വാസമേ ഉള്ളൂ. ശാസ്ത്രമാകണമെങ്കിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനാണ്. തെറ്റുപറ്റാത്ത, അങ്ങനെ തെറ്റാവരം കിട്ടിയ ഒരു മനുഷ്യരുമില്ല എന്നുള്ളതാണ്. ഞാനിതാ എല്ലാം കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ വന്ന് എൻ്റെ മുമ്പിൽ നിന്നാൽ മതി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്, തെറ്റെന്നുള്ള. അങ്ങനെ തെറ്റാവരം കിട്ടിയവരാരും ഇല്ല എന്നുള്ള കാര്യം അംഗീകരിക്കേണ്ടത്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ്. പിന്നെ നിരന്തരം ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അവിടെ ഒരു അന്തിമമായ വേദവാക്യം എന്ന് പറയുന്നത് നമ്മളെന്തിനാ ഏതെക്കുറിച്ച് വേദവാക്യം, വേദത്തിലെ വാക്യങ്ങൾ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല എന്നുള്ളതാണ് അല്ലേ, അതിനപ്പുറത്തൊന്നും പറയാനില്ല. പക്ഷേ ശാസ്ത്രം അങ്ങനെയല്ല. ശാസ്ത്രത്തിൽ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പുതുക്കിക്കൊണ്ടേയിരിക്കും. അവിടെ ഒന്നും അന്തിമമായല്ല. ഇന്ന് കണ്ടെത്തി ഇന്നത്തെ അറിവ് വെച്ചുകൊണ്ട് ശരിയാണ്, സത്യമാണ്. പക്ഷേ മറ്റൊരാൾ നാളെ ഇത് നടത്തി ഈ തെറ്റുപറ്റാനുള്ള സാധ്യത നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കും. ആൾക്കാർ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായിരിക്കും ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും,
തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ പിന്നെ അതിൽ ഒരു തരത്തിലുള്ള മുൻവിധിയോ പിടിവാശിയോ ഒന്നും ഉണ്ടാവില്ല. തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ ശാസ്ത്രം തന്നെ ഏതെങ്കിലും ഒരാളുടെ ഭാവനയിലോ ഒരാളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള വലിയ ഒരു കൂട്ടായ പ്രവർത്തനം എപ്പോഴും ശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നിരവധി ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ശാസ്ത്രം ഈ രീതിയിൽ മുന്നേറിയതും മനുഷ്യ സമൂഹം മുന്നേറിയതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ ഐസക് ന്യൂട്ടനോട് ഒരാൾ ന്യൂട്ടൻ്റെ വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവന അതിനുണ്ട്. എന്നെ വളരെ ദീർഘദൃഷ്ടിയുള്ള ആളായിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ എൻ്റെ ദീർഘദൃഷ്ടിക്ക് കാരണം എൻ്റെ മുമ്പേ നടന്നു പോയവരുടെ ചുമലിൽ കയറിയിരുന്നാണ് ഞാൻ നോക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് എന്നാണ്. നമുക്ക് എത്ര വിനയത്തോടെ പറയുന്നത്. ഞാൻ എൻ്റെ കഴിവാണെന്നല്ല പറഞ്ഞത്, അതാണ് അതിന് കാരണം. അപ്പോൾ ഇങ്ങനൊരു സംഘപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ശാസ്ത്രം മുന്നേറിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നിട്ട് ധ്യാനിച്ച് എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നാട് വിട്ടു പോകാന്ന് പറയുന്നത് വേറെ സുഖേടാണല്ലോ. അതുപോലെ ഉണ്ടാക്കിയതല്ല. ഇത് നിരന്തരമായ അന്വേഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഫലമായിട്ട് ഉണ്ടാക്കിയെടുത്ത സിദ്ധാന്തങ്ങളും തത്വങ്ങളുമാണ്. അതിൽ ഇനിയും തെറ്റുപറ്റാം, അത് അംഗീകരിച്ചോളാം. എപ്പോഴും ഒരാൾ ഇത് ഏറ്റവും പ്രഗത്ഭന്മാരായ ആളുകൾ കണ്ടെത്തിയാൽ പോലും നമ്മൾ പറയാറില്ല. ഐൻസ്റ്റൈൻ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വന്നപ്പോൾ ഈ തിയറി ഓഫ് ഇതുണ്ടല്ലോ അനിശ്ചിതത്വ സിദ്ധാന്തം, ഐൻസ്റ്റൈൻ അത് അംഗീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞു ദൈവം അങ്ങനെ പകിട കളിക്കില്ല എന്നാണ്. ദൈവം അങ്ങനെ പകിട കളിക്കുന്ന ഒരാളല്ല ദൈവം എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഐൻസ്റ്റൈനെ പോലെ ഒരു മഹാനായ ആൾക്കാർ ഒരു ശാസ്ത്രജ്ഞനാണ് പറയുന്നത് ഈ അനിശ്ചിത സിദ്ധാന്തം ശരിയല്ല എന്നാണ്. പക്ഷേ ഐൻസ്റ്റൈൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ അംഗീകരിക്കണമെന്നില്ല എന്നുള്ള. ഐൻസ്റ്റൈനല്ല വേറെ ആര് പറഞ്ഞാലും ഇത് അംഗീകരിച്ചുകൊള്ളണതാ. അത് ഐൻസ്റ്റൈൻ അങ്ങനെ പറയും, പക്ഷേ ശാസ്ത്രം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ 3 സവിശേഷതകളായിട്ട് എപ്പോഴും ശാസ്ത്രത്തിൻ്റെ 3 സവിശേഷതകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കും, രണ്ടത് ആവർത്തന ക്ഷമത അതുണ്ടായിരിക്കണം, മൂന്നാമത് അത് തെറ്റുപറ്റാനുള്ള സാധ്യത അത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ രീതിയുടെ പ്രത്യേകതകളായിട്ട് 2-3 കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ടെന്ന്. ഒന്ന്, അതിൻ്റെ സംശയാലുത്വം എന്ന് പറയുന്നത് ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാണ്. സംശയിക്കുക എന്നുള്ളത്, എന്തിനും സംശയിക്കുക എന്നുള്ളത്, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രബോധത്തിൻ്റെ ശാസ്ത്ര സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. നമുക്കൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും, പക്ഷേ ചോദ്യം ചെയ്യപ്പെടാൻ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. വിമർശിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. വിമർശിക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളവർ, പക്ഷേ വിമർശിക്കപ്പെടുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒന്ന് വിഷമിക്കും. അത് ശാസ്ത്രബോധത്തിൻ്റെ അഭാവമാണ് കാരണം അത് ജനാധിപത്യം ഇല്ലായ്മയുടെ ഭാഗം കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് വിമർശിക്കുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് അവർ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഈ തരത്തിലുള്ള സംശയിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള മനോഭാവം എന്ന് പറയുന്നത് ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാണ്, ഒരു ശാസ്ത്ര സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവൻ എന്നൊക്കെ ഭക്തനെ പോലുള്ളവരൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് സുതാര്യതയാണ്. ഒന്നും ഇവിടെ മറച്ചു വെക്കില്ല എന്നുള്ളത്. അവിടെ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ സംവാദങ്ങൾ നടക്കും, പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പല രൂപത്തിലും പ്രസിദ്ധീകരണങ്ങളിൽ കൂടി നാട്ടുകാരെ അറിയിക്കും, ഒന്നും മറച്ചു വെക്കില്ല. അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്ന വലിയൊരു ജനാധിപത്യ പ്രക്രിയയാണ് ശാസ്ത്രപ്രവർത്തനം എന്ന് പറയുന്നത്. വലിയൊരു ജനാധിപത്യ പ്രക്രിയയാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു കാലത്ത് അങ്ങനെ ഈ നമ്മുടെ റോയൽ സൊസൈറ്റിയുടെ കാലത്തിൽ ചില ശാസ്ത്രജ്ഞന്മാർ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അവരുടെ റോയൽ സൊസൈറ്റിയുടെ മീറ്റിങ്ങുകൾ അവതരിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് അവരുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവതരിപ്പിച്ചാൽ മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്നാണ്. ഇത് എൻ്റെ സ്വത്ത് എന്നുള്ള രീതിയിലാണ് പലരും കണ്ടിരുന്നുള്ള. അതിപ്പോഴും സംഭവിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഈ പേറ്റൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. പേറ്റൻ്റ് നിയമം എന്ന് പറയുന്നത് ഒരാൾ കണ്ടെത്തിയ കാര്യങ്ങൾ അയാളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റലാണല്ലോ. അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മറ്റേതും കമ്പനിക്ക് വിറ്റ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണ് പേറ്റൻറ്റ്. അതവിടെ ഈ സുതാര്യതയൊക്കെ നഷ്ടപ്പെടുകയാണ്. ഐസക് ന്യൂട്ടൻ അങ്ങനെ പേറ്റൻ്റ് എടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ നിത്യജീവിതം അത്രമാത്രം ദുരിതപൂരിതമാകുമായിരുന്നു പലരും എഴുതിയിട്ടുണ്ട് അല്ലേ. ഐസക് ന്യൂട്ടൻ്റെ കണ്ടെത്തൽ തരത്തിലാണ്. അതാണല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇങ്ങനെ പ്രകാശഭരിതമാക്കുന്നത്. ഐസക് ന്യൂട്ടനും ഇങ്ങനെ പേറ്റൻ്റ് എടുത്തിരുമ്പോൾ നമ്മൾ അത്രമാത്രം കാശ് കൊടുക്കേണ്ടി വരും ഓരോന്നിനെന്നുള്ളതാണ്. പക്ഷെ അവരങ്ങനെയല്ല ചിന്തിച്ചതെന്നുള്ളത്, അങ്ങനെയല്ല ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ അറിവിനെ വീണ്ടും സ്വകാര്യമാക്കി വെക്കാനുള്ള, അതാര്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ശാസ്ത്രത്തിൻ്റെ രീതിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സുതാര്യതയും സംശയാലുത്വവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ 2 സവിശേഷതകളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ഈ ശാസ്ത്ര കോൺഗ്രസ്സിലെ പ്രബന്ധാവതരണത്തെ വളരെ യാദൃച്ഛികമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ശാസ്ത്രബോധത്തിൻ്റെ അഭാവമോ ശാസ്ത്രീയ രീതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ കാരണം
അവതരിപ്പിക്കപ്പെട്ട യാദൃച്ഛികമായി സംഭവിച്ചു പോയ ഒന്നായിട്ട് നമ്മൾ ഈ പ്രബന്ധങ്ങളെ കാണേണ്ടതില്ല എന്നതാണ്. കാരണം എന്താണ്, അടുത്ത കാലത്ത് ഇതുപോലെ ഇതിന് സമാനമായ പല പ്രസ്താവനകളും പല സിദ്ധാന്തവൽക്കരണങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജന്മാരുടെ യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ പണ്ടേ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന്. എന്താ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഗണപതിയുടെ തല വെട്ടിയിട്ട് അവിടെ ആനയുടെ തല വെച്ചിരിക്കുകയാണല്ലോ, അത് പ്ലാസ്റ്റിക് സർജറിക്ക് ഉദാഹരണമാണെന്നാണ്. ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ പലതും അറിയില്ല എന്നുള്ളതുകൊണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് വടക്കേ മലബാറിൽ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് പണ്ട് യക്ഷൻ യാഗം ചെയ്തപ്പോൾ, യക്ഷൻ്റെ കഥ അറിയാതെ, യക്ഷനും ഈ ദക്ഷപ്രജാപതിയും ശിവനുമായുള്ള ഏറ്റുമുട്ടൽ, അങ്ങനെ ദക്ഷൻ്റെ തലയറിക്കുന്നത്. പക്ഷേ ആ യാഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ ലോകത്തിന് വലിയ കുഴപ്പം വരുമെന്ന് ദേവന്മാർ പോയി പറഞ്ഞപ്പോൾ ശിവൻ ചെയ്തത് വെച്ചാൽ അവിടെ ആടിനെ അറുത്തിട്ടുണ്ട്. ഒരു ആടിൻ്റെ തലയെടുത്ത് ദക്ഷന് വെച്ച് കൊടുത്ത് അങ്ങനെ പൂർത്തിയാക്കുന്നത്. അത് നിങ്ങൾ കാണാം, മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദക്ഷൻ്റെ ചിത്രം ഒരു ആടിൻ്റെ തലയോട് കൂടിയിട്ട് പല വീടുകളിലും ഇങ്ങനെ ചിത്രം കാണാൻ കഴിയും. വേണമെങ്കിൽ ഈ മോഡിക്കത് അറിയാത്തതുകൊണ്ടാണ് അറിയാം അല്ലേ. എന്തായാലും ഇങ്ങനെ ഇതൊക്കെ മനോഹരമായ ഭാവനയാണ്, നമുക്കതിൽ തർക്കമൊന്നുമില്ല. നല്ല മനോഹരമായ ഭാവനയാണ്. 1000 കൈയുള്ള കാർത്തവീരാർജുനൻ, എന്താ ആവശ്യമൊന്നുമില്ല അല്ലേ. അദ്ദേഹം പുഴയിലിറങ്ങിയിട്ട് അണകെട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൈകളും അങ്ങോട്ട് വിരിച്ചു വെച്ചാൽ വെള്ളം അവിടെ തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ്. അണകെട്ടിയ പോലെയാണ്. 1000 കൈയുണ്ടല്ലോ, അതാണ്. അല്ലെ 10 തലയുള്ള നമ്മുടെ രാവണൻ, അതൊരു കഥയാണ്. വഴുവെറിഞ്ഞിട്ട് സംസ്ഥാനം ഒരു കരയുണ്ടാക്കുന്ന ഒരു മഹാൻ അല്ലേ, പരശുരാമൻ. അസൽ പരശുരാമനാണ് നമ്മുടെ ഈ കേരളീയർക്ക് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇത്രയും താല്പര്യം വരാൻ കാരണം പരശുരാമനാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ അതിനെല്ലാം അംഗീകരിക്കും. ഒരാൾ സാധാരണ നമ്മുടെ അച്ഛന്മാരാണല്ലോ നമ്മൾ അംഗീകരിക്കും അല്ലേ, സാധാരണ അച്ഛന്മാരോട് സ്നേഹം. അങ്ങനെയാണ് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനമൊക്കെ തോന്നുന്നത് ആരോടാ? പരശുരാമനോടാണ്. നമ്മൾ ആരെ ആരാധിക്കാറ്? പരശുരാമനെ എല്ലാം നമ്മൾ ആരാധിക്കും. നമ്മളെ എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ആരുടെ ദിവസമാണ്? മഹാബലിയുടെ ദിവസം അല്ലേ. വലിയ തിരുവോണമാണ്. തിരുവോണം മഹാബലി ഓർത്തുകൊണ്ടാണ്. പരശുരാമൻ ഓർക്കാൻ വേണ്ടി ദിവസമില്ല. കാരണം പരശുരാമൻ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാരണം എന്നുള്ളത്. അതായിരിക്കും എന്തോ കാരണത്താലും പരശുരാമൻ നമ്മൾ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ പറയും ഇതൊക്കെ മനോഹരമായ ഭാവനകളാണ്, തർക്കമൊന്നുമില്ല. അതൊക്കെ ആ രീതിയിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെട്ടുകഥകളും നമ്മുടെ ഈ പൂരപ്പറമ്പിലെ അവിടെ ഉത്സവം നടക്കുമ്പോഴൊക്കെ കഥാപ്രസംഗക്കാരും അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണ പ്രസംഗക്കാരും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയും. അതെല്ലാം നമ്മൾ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ വളരെ ജനക്കൂട്ടത്തെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ കാര്യം മാറിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രധാനമന്ത്രി മാത്രമല്ല, ഇങ്ങനെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരെ തന്നെ ഇത്തരത്തിൽ അസംബന്ധം നിറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. നേരത്തെ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞൂടെ, ISRO ചെയർമാൻ രാധാകൃഷ്ണൻ എന്താ പറഞ്ഞതറിയോ? രാധാകൃഷ്ണൻ ISRO ചെയർമാൻ ആയപ്പോൾ അദ്ദേഹം ഗുരുവായൂരാണ്. അദ്ദേഹം അന്ന് പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പൻ്റെ കാരണം കൊണ്ടാണ് ഈ പദവി കിട്ടിയത്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഫാക്സ് സന്ദേശം ഗുരുവായൂരിലേക്ക് വന്നതെന്നാണ്. സാമാന്യ ബോധമുള്ളവർക്ക് ഒരു ISRO ചെയർമാനെ നിയമിക്കുന്നതിന് മുമ്പുള്ള പ്രക്രിയ എത്രയാണ്, എന്തൊക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് എത്തുക, അത്രയും കഴിഞ്ഞു. അല്ലെങ്കിൽ ഇദ്ദേഹം ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫാക്സ് അയച്ചതാണെന്ന് ഓർക്കണം. ഇത്രയും ഈ രീതിയിലേക്കാണ് രാധാകൃഷ്ണനെ പോലുള്ളവർ പ്രസ്താവന ഇറക്കുന്നതാണ്. ഇത് പലരും ഈ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയിരിക്കുന്നുള്ളതാണ് ഒരു ഭാഗത്ത് വരുന്നത്. ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർ ഒരു തരത്തിലും അവർക്ക് വിശ്വസിക്കാം. രാധാകൃഷ്ണൻ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ നരേന്ദ്രമോദിക്ക് വിശ്വസിക്കാം, ആർക്കും വിശ്വസിക്കാം. പക്ഷേ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെയുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നതും ഇങ്ങനെയുള്ള വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും യഥാർത്ഥത്തിൽ അന്വേഷണത്വര വളർത്തുകയും ശാസ്ത്രബുദ്ധി വളർത്തുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് എന്നുള്ള ഇന്ത്യയിലെ ഭരണഘടനാ വകുപ്പിന് വിരുദ്ധമാണ്. ചെയ്യാൻ പാടില്ല. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നടക്കുന്നത് വെറുതെ ആണോ എന്നുള്ളതാണ് ഇതിനകത്ത്. ഇത് വെറുതെ ഈ നരേന്ദ്രമോദി ചെയ്യുന്നത് വെറുതെ ആണോ? ഇപ്പം വേറെയും കുറേയേറെ വന്നല്ലോ. കൗരവന്മാരുടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ഉണ്ടാക്കാനുള്ള കഴിവ് പണ്ട് കാലം മുതൽ ഇന്ത്യക്കാർക്ക് അറിയാമായിരുന്നു അല്ലേ? ഇങ്ങനെ എന്തൊക്കെ സിദ്ധാന്തങ്ങളാണ് നോക്കിക്കോളൂ. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇത്തരത്തിലുള്ള ധാരാളമുണ്ട് എന്നുള്ളതാണ്. ഒന്നും രണ്ടും അല്ല, എത്രയോ കഥകളുണ്ട്. എത്രയോ രസകരമായ ഭാവന നിറഞ്ഞ കഥകൾ കാണാം. ഇതൊക്കെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു തുടങ്ങിയാലേ കുഴപ്പമുള്ളൂ. അതിനെ ഒരു ഐതിഹ്യം എന്നുള്ള നിലക്ക്, കഥ എന്നുള്ള നിലക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഒട്ടും ആലോചിക്കാതെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്.
ഇതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം. കാരണം ഈ കാര്യങ്ങൾ ഇന്ത്യയുടെ നേട്ടങ്ങൾ, ഒരു കാലത്ത് ഇന്ത്യയുടെ ചരിത്രം ഈ രീതിയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രം ജെയിംസ് മില്ലിനെ പോലുള്ളവരൊക്കെ തന്നെ, ജെയിംസ് മില്ലാണല്ലോ ആദ്യം ഈ ചരിത്രത്തെ തന്നെ മുഗൾ കാലഘട്ടം ഹിന്ദു കാലഘട്ടം എന്നുള്ള രീതിയിൽ മതവൽക്കരിച്ചത് ജെയിംസ് മില്ലിൻ്റെ കാലത്താണ്. ഇന്ത്യയുടെ ചരിത്രമല്ല, മുസ്ലിങ്ങളുടെ കാലഘട്ടവും ഹിന്ദുക്കളുടെ കാലഘട്ടമായിട്ടാണ് ഒരു അവതരിപ്പിച്ചെന്നുള്ളത്. അങ്ങനെ മതപരമായിട്ട് വിഭജിക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്ന ചരിത്രകാരന്മാരാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ദേശീയ ചരിത്രകാരന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ ദേശീയ ചരിത്രകാരന്മാർ ചെയ്ത കാര്യം, ഇന്ത്യക്ക് ഒരു സുവർണ്ണ ഭൂതകാലം ഉണ്ടായിരുന്നതാണ്. നമ്മളൊക്കെ ക്ലാസ് പഠിക്കുന്നുണ്ട് നമ്മുടെ സുവർണ്ണ കാലഘട്ടത്തെക്കുറിച്ച്. എന്താ ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടം സുവർണ്ണ കാലമായിരുന്നു. എന്താ കാരണം പറയുന്നത്, അന്നാണ് നവരത്നങ്ങൾ എന്നുള്ള സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്നത്, വിക്രമാദിത്യൻ ജീവിച്ചതെന്നാണ്. അതാ സുവർണ്ണ കാലഘട്ടം. അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ 9 സാഹിത്യകാരന്മാർ ഒരേ സമയത്ത് ജീവിച്ചാൽ, അവർ ഒരേ സമയത്താണോ ജീവിച്ചത് വേറെ കാര്യം, ഒരേ സമയത്ത് ജീവിച്ചത് സുവർണ്ണകാലമാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലൊക്കെ സുവർണ്ണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു 940-50 കാലഘട്ടം. എത്ര നമ്മളെ പ്രഗത്ഭന്മാരായ എഴുത്തുകാർക്ക് എന്നല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ഈ ദേശസ്നേഹികളായ ദേശീയവാദികളായ ചരിത്രകാരന്മാർ, കെ പി ജയ്സ്വാളിനെ പോലെ, ആർ സി മജുംദാറെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ തന്നെ ഇന്ത്യക്കൊരു സുവർണ്ണ ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലം ഇല്ലാതാക്കിയത് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ വരവാണ്, വൈദേശിക ഭരണമാണ്, വൈദേശിക ആധിപത്യമാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അതിനവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്താ കാരണം, അവർക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ, വൈദേശിക ഭരണത്തിനെതിരായ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിന് ആവശ്യമായ ഊർജ്ജം പകരുക എന്നുള്ള അവരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇവരാണ് ഇതൊക്കെ നശിപ്പിച്ചത്. ഇനി നമുക്ക് പഴയ രീതിയിൽ ആ പഴയ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ ബ്രിട്ടീഷുകാരോട് പോകണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെയാണ് അവരതിനെ കണ്ടത്. പക്ഷേ ചരിത്രത്തെ ആ രീതി വ്യാഖ്യാനിച്ചുകൊണ്ട് അത് പിന്നെ തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം അതേ പല്ലവി ആവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച. നമ്മുടെ ചരിത്ര പഠനത്തിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പൊതുവേ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിലായിരുന്നു കാര്യമായ മാറ്റം വരേണ്ടിയിരുന്നത്. വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റം വന്നില്ല എന്നുള്ളതാണ്. 1948 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ വരുന്നത് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ രാധാകൃഷ്ണൻ സെക്കൻഡറി, അദ്ദേഹം ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചാണ് പഠിച്ചത്. അതിനെ വരുന്നത് തലതിരിഞ്ഞ് ഏർപ്പാടായിരുന്നു, അത് പറയും. രാധാകൃഷ്ണൻ ഈ റിപ്പോർട്ട് എഴുതി തുടങ്ങി. അദ്ദേഹം അതിൽ ചോദിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ. അദ്ദേഹം പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും നിർവചിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രാഷ്ട്രം, നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സമൂഹം ഏത് വിധത്തിലുള്ളതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. എന്നിട്ട് ആ സമൂഹം സൃഷ്ടിക്കാൻ ആവശ്യമായ തരത്തിലായിരിക്കണം വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. 1948 ജനുവരി 26 അംഗീകരിച്ച ഭരണഘടനയിൽ പിന്നീട് 2 വാചകം കൂട്ടിച്ചേർത്തല്ലോ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർ ബൈ സോളംലി റിസോൾവ്ഡ് ദാറ്റ് വി വിൽ മേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു തോന്നുന്നത്. എന്താ, ഇന്ത്യ ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാക്കി മാറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് 1976 നമ്മുടെ 2 വാചകം കൂടി കൂട്ടിച്ചേർക്കുന്നത്, സോഷ്യലിസ്റ്റ് സെക്കുലർ. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ രാജ്യമാക്കി മാറ്റുന്നത്. അതാണ് ഇപ്പോൾ 2 വാചകങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയ ശിവസേനക്കാരൊക്കെ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർക്കുന്നത്. ഇന്ദിരാഗാന്ധി ആ കൂട്ടിച്ചേർത്ത്, അവിടെ ഇന്ദിരാഗാന്ധിയുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അത് കാരണം ഇന്ദിരാഗാന്ധി 2 വാചകങ്ങൾ കൂട്ടിച്ചേർത്തത് അന്ന് 59 ഭേദഗതികളാണ് കൊണ്ടുവന്നത്. 59 ഭേദഗതികൾ കൊണ്ടുവന്നപ്പം അന്ന് പൽക്കിവാലിയെ പോലുള്ളവരൊക്കെ പറഞ്ഞു, ഇത് ഒരു ഭരണഘടനാ ഭേദഗതിയല്ല, ഇതൊരു മിനി ഭരണഘടനയാണിത്, ഇത് ഇന്ദിരയുടെ ഭരണഘടനയാണ് എന്ന് വരെ ഇതിനെ വിമർശിക്കേണ്ടായി. കാരണം എല്ലാ പാർലമെൻറ്റിൻ്റെ ജുഡീഷ്യറിയുടെ അധികാരങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന വിധത്തിലേക്ക് നിയമങ്ങൾ മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയപ്പോൾ അതിനുണ്ടാകുന്ന എതിർപ്പുണ്ടല്ലോ, ഇടതുപക്ഷങ്ങളിൽ നിന്നും മറ്റ് ജനാധിപത്യ വിശ്വാസികൾക്ക് എതിർപ്പുണ്ടാകും. അവരുടെ എതിർപ്പിനെ ഒന്ന് മയപ്പെടുത്താൻ വിടുക, ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ രാജ്യമാണെന്ന് കൂടി എഴുതി ചേർത്തുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ പിൽക്കാലം നമുക്കത് പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കത് അതിൻ്റെ പിൻബലത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാലോ, അങ്ങനെ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇങ്ങനെ ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലും ആ മാറ്റം വരേണ്ടിയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലും ആ രീതിയിലും ചരിത്ര രചനയും ആ വിധത്തിലാകേണ്ടിയിരുന്നു എന്നുള്ള. പക്ഷേ നിർഭാഗ്യവശാൽ ദേശീയവാദികളായ ചരിത്ര പണ്ഡിതന്മാർ അന്ന് എഴുതി വെച്ച അതേ ചരിത്ര പാഠപുസ്തകങ്ങൾ തന്നെ പിൽക്കാലത്ത് നമ്മൾ പഠിച്ചു വന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ചരിത്രത്തെയും ശാസ്ത്രത്തെയും ഒക്കെ കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് തങ്ങൾക്ക് പറ്റുന്ന വിധത്തിലെ ഇന്ത്യയെ മാറ്റി തീർക്കാനുള്ള ശ്രമം ഭരണാധികാരികൾ നടത്തുന്നു എന്നുള്ളിടത്താണ് അപകടം പതിയിരിക്കുന്നതാണ്.
ചിലത് ചരിത്രം എത്രയുണ്ട്, ശാസ്ത്രം എത്രയാണ്, അതിൽ സത്യം എത്രയുണ്ട്, വസ്തുത എത്രയുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രത്തെയും ശാസ്ത്രത്തെയും കെട്ടുകഥകളെയും ഒക്കെ കൂട്ടി കുഴച്ചുകൊണ്ട് അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. ഈ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് വരും, മറ്റ് പല വിധത്തിലുള്ള മന്ത്രിമാരുടെ ഭാഗമായിട്ടൊരു ഭാഗത്തുണ്ടാകും, ഏജൻസികൾ, വിവിധ തരത്തിലുള്ള ഏജൻസികൾ ഇതേ പ്രസ്താവന പുറപ്പെടുവിക്കും. നമ്മുടെ അറിയാലോ, ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പതുക്കെ ഇത് നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായി മാറുകയും ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വരാനും പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലേക്ക് പതുക്കെ ഇത് ഇപ്പോൾ തന്നെ ജ്യോതിഷം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കർമ്മകാണ്ഡം പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്, തന്ത്രവിദ്യകൾ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളതൊക്കെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി മാറും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് മഹത്തായ ഭൂതകാലം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിൽ? ഈ പറയുന്ന സാഹിത്യത്തിൽ മാത്രമല്ല, ശാസ്ത്രത്തിലും ഇന്ത്യക്ക് ഭൂതകാലം ഉണ്ടായിരുന്നു. ഇന്ത്യ അത്ര മോശം, നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പറയുന്നത് എത്ര മഹത്തരമായ കാര്യങ്ങളാണ്. അത്രയും നേട്ടമുണ്ടായ, അത്രയും വലിയ കണ്ടെത്തലുകൾ നടത്തിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഭൂതകാലത്തെ ഒന്ന് അതിൻ്റെ ഒരു ഉദ്ഘോഷണം നടത്തുക എന്നുള്ളതാണ്. ഈ തറവാടിത്ത ഘോഷണം പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ എന്നൊരു കവി പറഞ്ഞത്. തറവാടിത്ത ഘോഷണമുള്ള വൃത്തികെട്ടതാണ്. പക്ഷേ തറവാടിത്ത ഘോഷണം നടത്തുകയും ഈ തറവാടിത്ത ഘോഷണത്തെയും ചരിത്രത്തെയും ബന്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഈ ഇന്ത്യയുടെ ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള വലിയ മഹത്വവൽക്കരണം നടത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നതാണ്. ഇപ്പോൾ ഒരു പൊതു ട്രെൻഡ് ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതാണ്. ആദ്യം പറയാറുള്ളത്, ആദ്യം അതിനെ ഭാരതീയവൽക്കരിക്കുക, പിന്നെ ആത്മീയവൽക്കരിക്കുക, പിന്നെ ദേശീയവൽക്കരിക്കുക എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യനൈസ്, അതോടൊപ്പം സ്പിരിച്വലൈസ്, നാഷണലൈസ്, ഈ 3 പ്രക്രിയ അങ്ങനെ വളരെ കൃത്യമായി വളരെ ആസൂത്രിതമായി നടപ്പാക്കുകയാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതൊക്കെ ഇന്ത്യയുടെ നേട്ടം പറയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ ഉള്ളത്? ഇതൊക്കെ ആത്മീയതയാണ് ഇതിൻ്റെയൊക്കെ അന്തർധാരയായി പ്രവർത്തിക്കുന്നത് എന്ന് പറയുക. ആത്മീയതയാണ് അന്തർധാരയായി പ്രവർത്തിക്കുന്നത് പറയുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഭൗതികത, ആത്മീയതയുടെ വിരുദ്ധമാണല്ലോ ഭൗതികത. അവിടെ ഭൗതികത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുക. അതാണ് അടുത്ത കാലത്ത് കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമ്മേളനം നടന്നു കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ വെച്ചിട്ട് 1800 ആൾക്കാരെ പങ്കെടുത്തു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവരവിടെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ 5 വിഭാഗങ്ങളെ അവിടെ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് മാർക്സിസ്റ്റുകളായിരുന്നു, രണ്ടാമത്തത് മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികളാണ്, മൂന്നാമത്തത് മെക്കാളിസ്റ്റുകളാണ്, ആധുനിക വിദ്യാഭ്യാസത്തിലെ ആൾക്കാർ, നാലാമത്തത് മിഷണറിമാരാണ്, അഞ്ചാമത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്. എമ്മിൽ തുടങ്ങുന്ന 5 വാചകങ്ങളാണ്. ഭൗതികവാദികൾ? ആത്മീയവാദത്തിൻ്റെ മറുവശത്താണല്ലോ ഭൗതികവാദം നിൽക്കുന്നത്. നമ്മൾ ഐക്യലോകത്തെ അല്ലേ, ഈ പരലോകത്തെക്കുറിച്ചല്ല, പാരത്രിക കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, ഐഹിക കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ വിശപ്പ്, അവൻ്റെ പട്ടിണി, അവൻ്റെ രോഗം, അവൻ്റെ തൊഴിലില്ലായ്മ അല്ലേ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവരാണല്ലോ ഭൗതികവാദികൾ. അങ്ങനെ ഭൗതികവാദികളാണ് ഇന്ത്യയുടെ ആദ്യത്തെ ശത്രുക്കളെങ്കിൽ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് വിവേകാനന്ദനായിരിക്കണം കേട്ടോ. കാരണം ഈ ലോകത്ത് ഗുണം ചെയ്യാത്ത ദൈവം, പട്ടിണി മാറ്റാത്ത ദൈവം പരലോകത്ത് സുഖം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് വിവേകാനന്ദൻ. വിവേകാനന്ദനായിരിക്കണം ഇന്ത്യയുടെ 1ാമത്തെ ശത്രു എന്ന്. പക്ഷേ ഇത് പണ്ട് ഇങ്ങനെ മാർക്സിസ്റ്റുകൾ ഈ ഭൗതികവാദവും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എന്നുള്ളതൊക്കെ അവർ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് പണ്ട് സഞ്ജയൻ തന്നെ പണ്ട് എഴുതല്ലേ, ഉത്തമാംഗം മനുഷ്യന് തലയെന്ന് ഷടിപ്പവർ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് സഞ്ജയൻ പണ്ട് എഴുതി. കാരണം എപ്പോഴും വിശപ്പിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അവിടെ നമ്മുടെ സാധാരണ ഉത്തമാംഗം തലയാണല്ലോ, ഇവർക്ക് ഉത്തമാംഗം വയറായിരിക്കും അല്ലേ എന്നാണ് സഞ്ജയൻ പറയുന്നത്. അത് കളിയാക്കിക്കൊണ്ടാണ്, അത് പോട്ടെ. ഇതേപോലെയാണ് മെക്കാളിസ്റ്റുകൾ. ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാക്കിയതാണ്, ആധുനിക വിദ്യാഭ്യാസമാണ് ഇന്ത്യയുടെ തകരാറ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആധുനിക വിദ്യാഭ്യാസത്തെ കുറേ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം തുറക്കണം. മെക്കോളെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ്, മെക്കോളയുടെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി വാദിക്കുന്നവരാണ് മെക്കോളിസ്റ്റുകളാണ് അപകടകാരികളെന്ന് പറയുന്നത്. അന്നത്തെ എന്താണ് അത് മെക്കോള തന്നെ പറയുന്നുണ്ട് അതിൽ ഏത് തരത്തിലുള്ള അന്ന് നിലനിരുന്നത്. ഒരു ശൂദ്ര ഒരു ഐത്തജാതിക്കാരനെ തൊട്ടാൽ ഏത് തരത്തിലുള്ള പാപ പരിഹാരമാണ് ചെയ്യേണ്ടത്, കഴുതയെ തൊട്ടാൽ ഏത് വേദമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അന്നത്തെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് മെക്കോളയുടെ വിദ്യാഭ്യാസം വരുന്നത്. മെക്കോളയുടെ മിനിറ്റ്സ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അതിൽ. അതുകൊണ്ടാണ് മെക്കോളിസ്റ്റുകളാണ് വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസത്തെ വേണ്ടാന്ന് വെച്ചല്ലോ പഴയ. അപ്പോൾ ഈ പറയുന്ന ഈ പുതിയ ശാസ്ത്ര ചരിത്ര സിദ്ധാന്തങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നത് വഴി ഇത്തരത്തിലുള്ള ഭൗതികവാദികളെയും മാർക്സിസ്റ്റുകളെയും മെക്കാളിസ്റ്റുകളെയും
മിഷനറിമാരെയും ഒക്കെ തന്നെ മുസ്ലിം തീവ്രവാദികൾ, തീവ്രവാദം എന്നൊക്കെ പറയാം, മുസ്ലിം തീവ്രവാദം എന്ന് പറഞ്ഞാൽ ആരെയും നിങ്ങൾക്ക് തീവ്രവാദിയാക്കാം, തീവ്രവാദിയൊക്കെ അല്ലേ, എല്ലാ മുസ്ലിങ്ങളെയും ആദ്യം തീവ്രവാദിയാക്കുക, പിന്നീട് അവരൊക്കെ തന്നെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണല്ലോ, ആടിനെ പട്ടിയാക്കി അടിച്ചു കൊല്ലുക എന്നുള്ളത് അത് പഴയകാലം മുതൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിൽ തന്നെ നടത്തിയ മറ്റൊരു പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അത് ഇതുമാണ്, അവിടെ പിന്നെ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് അവിടെ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അവരതിൽ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മിസ്ഡ് കോളിൽ തുടങ്ങി മിസ്സസ് കോളിൽ അവസാനിക്കുന്നതാണ് വിവാഹബന്ധങ്ങൾ. അതാണ് ലവ് ജിഹാദ്. മിസ്ഡ് കോളിൽ തുടങ്ങി മിസ്സസ് കോളിൽ ആരംഭിക്കുന്നു. നമ്മുടെ പുത്രിമാർ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സൗജന്യ ഗർഭപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു നിശബ്ദ അട്ടിമറി കൂപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത്, കൂപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള, എന്നിട്ട് പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പഴയ കാലത്തെ, അതും പുരാണം ഉദ്ധരിക്കുന്നത്, പുരാണങ്ങളിൽ വിവാഹ രീതികളെക്കുറിച്ച് പറയുന്നത് 7-8 കുറേ വിവാഹ രീതികളുണ്ട്. ആസുരം, ബ്രാഹ്മം, പൈശാചം, ബ്രാഹ്മണം, ഇങ്ങനെ പല സ്വയംവരം അതിൽ പെട്ടതാണ്. അതിൽ ഈ പൈശാചം എന്ന് പറയുന്ന വിവാഹ രീതിയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. വിജയലക്ഷ്മി ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഈ അവിടെ ഈ മുസ്ലിങ്ങളൊക്കെ തന്നെ അവിടെ മുസ്ലിങ്ങളൊക്കെ തന്നെ തീവ്രവാദികളാണെന്ന് അങ്ങനെ അവർ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പിന്നെ എന്താ വേണ്ടത്, അവർ ഉന്മൂലനം ചെയ്യാൻ എന്താ ചെയ്യേണ്ടതിനെ നോക്കിക്കൊള്ളൂ. അതുകൊണ്ടാണ് മോഹൻ ഭഗവത് ഇപ്പോൾ നമ്മുടെ മദർ തെരേസയ്ക്കെതിരായിട്ട് പ്രസ്താവന നടത്തിയ മോഹൻ ഭഗവതിൻ്റെ ഒരു പ്രസംഗം അതിൽ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 800 വർഷങ്ങൾക്ക് ശേഷം സ്വാഭിമാനിയായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ എത്തിയിരിക്കുകയാണ്. 800 വർഷങ്ങൾക്ക് ശേഷം. അതിനു മുമ്പ് മറ്റേയാളാണ്, ഒരു ചൗഹാൻ ഭരിച്ച കാലത്താണ്. സ്വാഭിമാനിയായ ഒരാൾ ഇന്ത്യയുടെ ഭരണാധികാരിയായിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കാനും ഹൈന്ദവധർമ്മത്തെ ഇന്ത്യയിൽ ശാശ്വതമാക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന ശക്തികളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് കെട്ടുകഥകൾ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, മറുഭാഗത്ത് പല തരത്തിലുള്ള ഇത്തരത്തിൽ CSIR ആയാലും ICHR ആയാലും നമ്മുടെ എല്ലാ നാഷണൽ ഏജൻസികളൊക്കെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ ഈ വളരെ അറിയപ്പെടുന്ന ഈ സംഘപരിവാരത്തിൽപ്പെട്ടവരാണ് നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓരോ 2000 കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ് കാലത്ത് NCERTയിൽ നിയോഗിക്കപ്പെട്ട ഡോക്ടർ രസ്റ്റോഗി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു അറിയോ, അദ്ദേഹം ഒരു മുസ്ലിം പെൺകുട്ടിയെ വെടിവെച്ച് കൊന്ന കാര്യമാണ്. 1947 വിഭജനം നടന്നപ്പോൾ അദ്ദേഹം പറയുന്നത് വിഭജനം നടന്നപ്പോൾ അവിടെ എപ്പോഴും മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ ഒരു ഭാഗത്ത് എപ്പോഴും കലാപങ്ങളാണ്. അപ്പോൾ ഇവരിങ്ങനെ സംഘടിച്ച് നിൽക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനിച്ചു, ഇനി നമുക്ക് മറ്റവരെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നത് കാത്തിരിക്കേണ്ട, അവരെവിടെയെങ്കിലും കൂട്ടം ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയി ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കലും ഈ ഹിന്ദുക്കളുടെ സംഘം രസ്തോഗിയുടെ നേതൃത്വത്തിൽ നേരെ മുസ്ലിങ്ങളുടെ ഒരു കൂടി നിൽക്കുന്നിടത്തേക്ക് പോയിട്ട് ആക്രമിക്കുകയാണ്. രസ്തോഗി പറയുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതാണ്, ബഹളം തോക്ക് ചൂണ്ടുന്നതാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ ആ മുസ്ലിം കുടുംബത്തിലൊരു സുന്ദരിയായ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഇവർ തമ്മിൽ തല്ലുകൂടുന്നത്. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാൻ എൻ്റെ തോക്കെടുത്ത പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു, അതുകൊണ്ട് തർക്കം തീർന്നു എന്നാണ് രസ്റ്റോഗി എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ എഴുതിയ ആ രസ്റ്റോഗിയാണ് കഴിഞ്ഞ UP ഗവൺമെൻറ്റിൻ്റെ വാജ്പേയിയുടെ സമയത്ത് NCERTയിലെ ഏറ്റവും വലിയ ഒരു അധ്യാപകരെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് യോഗ്യത എന്ന് പറയണം. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഇപ്പോൾ വീണ്ടും അതേ ശക്തികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും തലപ്പത്ത് വന്നിരിക്കുന്നത്. ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി ആകെ മാറ്റിമറിക്കാൻ പോകുന്നത്. ആ മാറ്റിമറിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഇന്ത്യയെ ഒരു ഭാരതീയവൽക്കരിക്കുകയും ഇതിനൊക്കെ ആത്മീയതയുടെ പരിവേഷം നൽകുകയും അവിടെ നിന്ന് ഇതൊക്കെ ദേശീയതയുടെ ചിഹ്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദേശീയത എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതായി തോന്നുന്നുള്ളൂ. പക്ഷേ ഈ സങ്കുചിതമായ ദേശീയ വികാരം ഉദ്ദീപിപ്പിച്ച് മനുഷ്യനെ ഇതിൻ്റെ കൂടെ നിൽക്കാത്തവരൊക്കെ തന്നെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിച്ച് അവരെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇതിനു മുമ്പ് വളരെ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ പ്രദേശങ്ങളുണ്ട്. അതൊന്ന് ജർമ്മനിയിൽ ഹിറ്റ്ലറായിരുന്നു. അവിടെ നാഷണൽ സോഷ്യലിസമാണല്ലോ, അവിടെ ദേശീയതയാണ്. സങ്കുചിതമായ ദേശീയത ഏറ്റവും വലിയ അപകടകരമായ വികാരമാണ് എന്ന് പലരും ടാഗോറിനെ പോലുള്ളവരൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ ദേശീയതയെ ഉദ്ദീപിക്കാൻ നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ഭാരതീയരാണ്, നമ്മളൊക്കെ ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറഞ്ഞ് സിന്ധു നദീതടത്തിൽ ജീവിച്ചവർ എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എല്ലാവരും എഴുതി വെച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരായി മാറിയിരിക്കുന്നു.
അത് നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, നമ്മളൊക്കെ ഭാരതീയരാണ് എന്നുള്ള ആ ദേശീയ വികാരത്തെ ഉദ്ദീപിപ്പിക്കാനും നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളും ഇതൊക്കെ തന്നെ വളരെ അന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതികവിദ്യകളുടെ കാര്യത്തിലൊക്കെ തന്നെ വളരെ മുന്നേറിയിരുന്നു എന്ന് പറയും. ആ രീതിയിൽ നമ്മുടെ ദേശീയ വികാരത്തെ ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ കൂടി ഇന്ത്യയെ മറ്റൊരു പിന്നെ ജനാധിപത്യ വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രമാക്കി മാറ്റാനും വേണ്ടിയുള്ള ഒരു സംഘടിതമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനൊക്കെ കാണാൻ. ഇതൊക്കെ വളരെ നിരുപദ്രവമാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്തരം കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ശാസ്ത്രത്തെപ്പറ്റി പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ രീതി വളരെ പ്രധാനമാണ്. ശാസ്ത്രത്തിൻ്റെ അറിവല്ല പ്രധാനം, അറിവിനേക്കാൾ ശാസ്ത്ര സംസ്കാരമാണ് പ്രധാനം. ആ ശാസ്ത്രത്തിൻ്റെ സംസ്കാരത്തിൽ എന്തൊക്കെ അടങ്ങുന്ന ശാസ്ത്ര സംസ്കാരത്തിൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യപ്പെടാനുള്ള മനോഭാവമുണ്ട്, പഠിക്കാനുള്ള മനോഭാവമുണ്ട്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എത്ര തന്നെ അറിഞ്ഞാലും അനന്തമറിവാകയാൽ എന്നും ആരായുവാൻ ചൊല്ലും സയൻസിന് തൊഴുന്നു ഞാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സയൻസിൻ്റെ പ്രത്യേകതയാണ്, എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും വീണ്ടും അന്വേഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസിൻ്റെ ആ രീതിക്ക് വെല്ലുവിളികൾ ഉയർത്തുക, ആ രീതിയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് സയൻസിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ ജനാധിപത്യത്തിന് പിന്നെ അപകടകരമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് അപകടം സൃഷ്ടിക്കുന്നതാണ്. ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായി മാറുന്നതായിരിക്കും എന്നുള്ളതിൻ്റെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രപ്രചാരണം എന്ന് പറയുന്നത് കൊണ്ട് കേവലമായ ഒരു ശാസ്ത്രം കുറേ വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ളത് ശാസ്ത്രപ്രചാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ്, പ്രവർത്തനം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.